ഏവർക്കും നമസ്കാരം. ഞാൻ മുരളിലാൽ. ഇന്നത്തെ ചോദ്യം JEE 2025 മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യനാണ് ഇവിടെ ചെയ്യുന്നത്. മാത്സിലെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യനാണ് ഇവിടെ ചെയ്യുന്നത്. A1, A2, A3 up to AN RNGP. അപ്പം RNGP എന്ന് പറയുമ്പോൾ ജോമെട്രിക് പ്രോഗ്രഷനുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി. എന്താണ് സച്ച് ദാറ്റ് കണ്ടീഷൻ? എന്താണ്? A1 A5 = 28. ഒന്നാമത്തെ ടേമും അഞ്ചാമത്തെ ടേമും തമ്മിലുള്ള പ്രോഡക്റ്റ് 28 A2 + A4 = 28. രണ്ടാമത്തെ ടേമും നാലാമത്തെ ടേമും തമ്മിലുള്ള സം എത്രയാണ്? 29. അങ്ങനെയാണെങ്കിൽ A6 കണ്ടുപിടിക്കുക, ആറാമത്തെ ടേം കണ്ടുപിടിക്കുക. അപ്പോൾ തന്നിരിക്കുന്ന കണ്ടീഷൻ നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് എന്താണ് ഉള്ളിലുള്ളത് എന്ന് മനസ്സിലാക്കണം. എന്നാൽ നമുക്ക് കണക്ക് പറ്റും. അപ്പോൾ എന്താണ്? A1 A5 = 28. A1 A5 = 28. അതിന് നമുക്ക് എങ്ങനെ ഡീകോഡ് ചെയ്യാം? A1 എന്ന് വെച്ചാൽ A ആണ് ഇൻറ്റു A5 എന്ന് വെച്ചാൽ നമുക്കറിയാം AR⁴ ആണ് = 28. അപ്പോൾ A × A² × R⁴ = 28. നമുക്കവിടെ ഒരു ഇക്വേഷൻ കിട്ടി. ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ ഡീകോഡ് ചെയ്തു. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? A2 + A4 = 29. എന്താണ് A2? A2 എന്ന് വെച്ചാൽ AR ആണ്, പ്ലസ് A4 എന്ന് വെച്ചാൽ എന്താണ്? AR³ ആണ്, = 29. അപ്പം നമുക്കിവിടെ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? രണ്ട് ടേമുകളുടെ സം കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി എന്താണ്? രണ്ട് ടേമുകളുടെ പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ടേമുകൾ തമ്മിലുള്ള ബന്ധം എന്താണ് നമുക്കൊന്ന് നോക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യാം? AR-ൻ്റെയും AR³ പ്രോഡക്റ്റ് എടുത്ത് നോക്കാം. എന്താ സംഭവിക്കുമെന്ന് അറിയാമല്ലോ. എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് കൊള്ളാം. AR × AR³ = A × A² R × R³ = R⁴. അതല്ലേ ഇത്? അപ്പം നമ്മളിവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? രണ്ട് സംഖ്യകളുടെ സമ്മും അവയുടെ പ്രോഡക്റ്റും. രണ്ട് സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഒരു സംഖ്യ AR ആണ്, മറ്റേ സംഖ്യ AR³ ആണ്. അവയുടെ സം എന്ന് പറയുന്നത് 29. അവയുടെ പ്രോഡക്റ്റുള്ള ഇത് A² R⁴ അതെത്രയാണ്? 28. അപ്പോൾ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ രണ്ട് സംഖ്യകളുടെ സമ്മും അവയുടെ പ്രോഡക്റ്റും തരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വല്ല പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ അതിൻ്റെ ക്വാഡ്രാറ്റിക് ഫോം ഉണ്ടാക്കാം. അപ്പോൾ എന്താണ്? AR ഒരു നമ്പറാണ്, AR³ ഒരു നമ്പറാണ്. അവയെ നമ്മൾ എന്ത് വിളിക്കുന്നു? റൂട്ട്സ് എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? റൂട്ട്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ്? K² - സം എത്രയാണ്? 29. 29K പ്ലസ് പ്രോഡക്റ്റ് എത്രയാണ്? 28 = 0. അപ്പോൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? K = 1 ആൻഡ് K = 28. അപ്പോൾ നമുക്ക് രണ്ടെണ്ണം കിട്ടിയില്ലേ? അപ്പോൾ ഒന്നാമത്തെ വാല്യൂ 1 ആണ്, രണ്ടാമത്തെ വാല്യൂ 28 ആണ്. അപ്പോൾ നമുക്കിവിടെ AR ആണല്ലോ ഒന്നാമത്തെ സംഖ്യ, AR³ രണ്ടാമത്തെ സംഖ്യയാണ് അല്ലേ? അപ്പോൾ K എന്ന് പറയുന്നത് AR ആണ്, ഒരു K എന്ന് പറയുന്നത് AR³ ആണ്. നമുക്ക് കൊടുക്കാം AR = 1 and AR³ = 28. ഇതിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്താണ്? നമുക്ക് A6 കണ്ടുപിടിക്കണമെങ്കിൽ Aയും വേണം Rഉം വേണം. Aയും വേണം Rഉം വേണം അല്ലേ? അപ്പം AR³ നമുക്ക് എങ്ങനെ എഴുതാം? A × R × R² = 28. AR-ന്റെ വാല്യൂ നമുക്കറിയാലോ 1. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? R² = 28. നമ്മൾ ഇനി R കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട, R² കണ്ടല്ലോ, അവിടെ നിൽക്കട്ടെ. നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം R-ലോട്ട് പോയാൽ മതി. തൽക്കാലം R² അവിടെ നിർത്തുക, റൂട്ടിലോട്ടൊന്നും പോകണ്ട. റൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എടുക്കാം, റൂട്ടില്ല, 28 ആണ്. അപ്പം എന്ത് ചെയ്യാം? ഇനി എന്ത് ചെയ്യാം? ഇവിടെ R² നമുക്ക് കിട്ടിയത്. അപ്പം ഇവിടെ R² കിട്ടാൻ വേണ്ടി സ്ക്വയർ ചെയ്യാം. അപ്പം AR² = 1ൻ്റെ സ്ക്വയർ എത്രയാണ്? 1. അപ്പം A² × R² = 1. R² എത്രയാണ്? 28. അപ്പം A² എത്ര കിട്ടി? 1/28. കിട്ടിയോ? കിട്ടി. A² കിട്ടി, R² കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? A6 ആണ് കണ്ടുപിടിക്കുക അല്ലേ? അപ്പം A6 എന്താണ്? A6 എന്താണ്? A × R⁵. A × R⁵. R⁵ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് A² ഉള്ളൂ, A ഇല്ല. അപ്പം A² ആക്കാൻ വേണ്ടി നമുക്ക് അപ്പുറം ഇപ്പുറം സ്ക്വയർ ചെയ്യാം. A6² = A² × R⁻10.
ദെൻ എ സ്ക്വയർ എത്രയാണ് 1/28. r⁻10 നമുക്ക് എങ്ങനെ എഴുതാം? r²⁵ എന്ന് എഴുതാം. ഇതിൽ കൂടെ എഴുതാം. അപ്പം എന്ത് കിട്ടി? ഇൻറ്റു r² വാല്യൂ നമുക്കറിയാം 28 5. 28 ഡിവൈഡ് ബൈ 28 എത്രയാണ്? 28 4 ആരുടെ വാല്യൂ ആണ്? a6² വാല്യൂ അല്ലേ? നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? a6 ഈസ് ഈക്വൽ ടു √28/4 28². 28ൻ്റെ സ്ക്വയർ അറിഞ്ഞുകൊണ്ടെങ്കിൽ 8ൻ്റെ സ്ക്വയർ എത്രയാണ്? 64. ലാസ്റ്റ് ഡിജിറ്റ് 4. ഓപ്ഷനിൽ ഏതെങ്കിലും 4 ഡിജിറ്റ് ലാസ്റ്റ് 4 ഡിജിറ്റ് ഉണ്ടോ? ഉണ്ട്. ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഒരെണ്ണം ഉള്ളത് കൊണ്ട് നമുക്ക് അവനെ സെലക്ട് ചെയ്യാം. ഒരെണ്ണം ഇല്ലായിരുന്നു, 2 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം 28ൻ്റെ സ്ക്വയർ എത്രയാണ്? 784 എന്ന് മനസ്സിലാക്കണം. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കുക. നന്ദി, നമസ്കാരം, താങ്ക് യു.